ഹായ് എവരിവൺ, വെൽക്കം ടു വിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറേ വാക്കുകളുടെ അർത്ഥങ്ങളോ അല്ലെങ്കിൽ കുറേ സെൻറ്റൻസുകളോ ഒന്നും അല്ലാണ്ട് നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും അല്ല, ഒരുവിധപ്പെട്ട ആൾക്കാർക്കെല്ലാം കൺഫ്യൂഷൻ ആവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലേ? കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുത്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്കറിയാം. പക്ഷേ സംസാരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ബ്ലോക്കായി പോകുന്ന ഒരു സിറ്റുവേഷൻ, അത് വേറെ ഒന്നല്ല. നമ്മളിപ്പോൾ പ്രസൻറ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു വെർബ് തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ക്രിയ ഉണ്ടാവല്ലോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യുന്നു, കുളിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുളിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ കുളിച്ച് കഴിഞ്ഞു എന്ന് പറയുന്നു, ഇനി ഫ്യൂച്ചറിൽ കുളിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ആ വെർബിന്റെ രൂപമാറ്റം? ആ രൂപമാറ്റം മനസ്സിലാവാത്തതുകൊണ്ട് തന്നെ വായിൽ നിന്നും വാക്കുകൾ പുറത്തോട്ട് വരാൻ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട്, അല്ലേ? എനിക്ക് ഒരുപാട് കമന്റ്സ് വരാറുണ്ട്. അപ്പൊ അതിൽ നിന്ന് സോർട്ട് ചെയ്ത് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രസന്റ്, അല്ലാണ്ട് ഒരുപാട് ടെൻസുകളും വെച്ചിട്ടൊന്നും അല്ല പറയുന്നത്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിയകൾ, അല്ലേ? നമ്മൾ കഴിക്കുക, നമ്മൾ കുറച്ച് നോക്കാം. ആന, ജാന, ഖാന, ഖാന ഖാന, കേട്ടോ. ഓക്കെ, നഹാന, ബൈറ്റ്ന, ഞാനിവിടെ എഴുതാം. അപ്പൊ ഇത്രയും വെർബുകൾ, ഇതിന്റെ എല്ലാത്തിന്റെ അർത്ഥങ്ങൾ നമുക്കറിയാം, അല്ലേ? ആന എന്ന് പറഞ്ഞാൽ വരിക, ജാന എന്ന് പറഞ്ഞാൽ പോവുക, ഖാന ഖാന എന്ന് പറഞ്ഞാൽ കഴിക്കുക, അതുപോലെ തന്നെ നഹാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കുക, പിന്നെ കേൽന കളിക്കുക, ബൈറ്റ്ന ഇരിക്കുക, ബോൽന പറയുക, ഇതെല്ലാം നമുക്കറിയാം. പക്ഷേ ഇതിന്റെ രൂപമാറ്റം എങ്ങനെയാ വരുന്നത്? ഇപ്പൊ ഞാൻ കുളിച്ചു എങ്ങനെ പറയാം? അതല്ലേ നമ്മുടെ ഡൗട്ട് വരുന്നത് പലരുടെയും, അല്ലേ? അവിടെ വെച്ചിട്ടാണ് ബ്ലോക്ക് ആയി പോകുന്നത്. അപ്പൊ അതെങ്ങനെയാ മനസ്സിലാവുന്നതെന്ന് നമുക്കിപ്പോ നോക്കാം. ആദ്യം തന്നെ ഈ എല്ലാ വെർബിനെയും രേ 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 വെച്ച് സംസാരിക്കുന്നത് പ്രസന്റിലാണ്. ഇപ്പൊ അവൻ കളിക്കുക, ഓ കേൾ രേ. ഈ രേ എന്നുള്ളത് സംസാര ഭാഷയാണ്. നിങ്ങൾ എഴുതുമ്പോ അതല്ല കേൾ രഹാ ഹേ, അതിന്റെ ഷോർട്ട് ഫോം ആണ് രേ, രഹേ എന്നാണ് അത്. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഓ കേൾ രേ, ഓ നഹാരേ, ഓ ജാരേ, ഓ ആരേ, ഓന്നോ അല്ലെങ്കിൽ മേന്നോ, നമ്മൾ ആരാണ് വ്യക്തി അതനുസരിച്ചിട്ട് ഓയാണോ വേയാണോ അല്ലെങ്കിൽ മേയാണോ എന്നൊക്കെ മാറ്റി വരും, അല്ലേ? മേ എന്ന് പറഞ്ഞാൽ ഞാൻ, ഓ എന്ന് പറഞ്ഞാൽ അവൾ അല്ലെങ്കിൽ അവൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്, വേ എന്ന് പറഞ്ഞാൽ അവർ എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലേ? അപ്പോൾ രേ രേ എന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണത് എന്ത്? പ്രസന്റ്. വളരെ എളുപ്പമല്ലേ? ഈ എല്ലാ വെർബിന്റെ കൂടെയും രേ എന്ന് വെച്ച് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കി. ബോൾ രേ, കേൾ രേ, കാരേ, നഹാരേ, ബൈഡ് രേ, ഇതൊക്കെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി വേറൊരു വാക്ക് നമുക്ക് കേൾക്കാം. ഖാത്താ ഹെ, ഖേൽത്താ ഹെ, നഹാത്താ ഹെ. ഇത് നമ്മൾ പ്രസന്റിൽ വരുന്ന സിറ്റുവേഷൻ ആണ്. മനസ്സിലായോ? അപ്പോൾ ഓ നഹാത്താ ഹെ എന്ന് ഉദ്ദേശിക്കുന്നത് കുളിക്കുകയാണ് എന്നാണ്. മനസ്സിലായോ? അപ്പൊ ഈ താ 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 എന്ന് യൂസ് ചെയ്യുന്നത് എവിടെയാണ്? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ക്യാച്ച് ചെയ്യണം കേട്ടോ. ഇത് വലിയ ഗ്രാമർ ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്നതല്ല. നിങ്ങൾക്ക് എന്താ പറയാ, സിമ്പിൾ ആയിട്ട് ഒരു സെന്റൻസ് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സെന്റൻസ് നിങ്ങളുടെ വായിൽ നിന്ന് പോരണം. ഞാനിപ്പോ കുളിക്കുകയാണ്, മേ നഹാരെ എന്ന് നമുക്ക് പറയാനായിട്ട് വരണം. അല്ലെങ്കിൽ മേ നഹാ കഴിഞ്ഞിട്ട് പിന്നെ ഫുൾ സ്റ്റോപ്പ് എന്താണ്? അതാണ് പലരുടെയും ഡൗട്ട്, അല്ലേ? അപ്പൊ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ് ഇട്ടതാ കേട്ടോ. ഇപ്പൊ നമ്മളൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ വോ ഖാന ഖാ രഹാ ഹെ, അവൻ ഭക്ഷണം കഴിക്കുകയാണ്, പ്രസന്റ്, അല്ലേ? അതുപോലെ തന്നെ അവളാണെങ്കിൽ ഖാ രഹി ഹെ, മനസ്സിലാവുന്നല്ലോ? രഹ രഹി. വോ ഖാന ഖാത്താ ഹെ എന്ന് വെച്ചാലും എന്താണ്? ഭക്ഷണം കഴിക്കുകയാണ്. അപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുന്നത്, കഴിഞ്ഞുപോയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞുപോയ സെന്റൻസുകളിൽ പലതിലും നമുക്ക് എന്ത് കാണാം? ഥ, ഥി, ഥേ, ഇത് കാണാൻ പറ്റും. ഇനി അതുപോലെ തന്നെ കാണാൻ പറ്റുന്ന സംഭവമാണ് എന്ത്? ചുക്ക, ചുക്കി, ചുക്കേ, അതുപോലെ തന്നെ ലിയ, ദിയ, ഇതെല്ലാം പാസ്റ്റ് ഫോമുകളാണ്. മനസ്സിലായോ? ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഈ സെയിം വെർബുകളുടെ തന്നെ ഇതിന്റെ നമ്മൾ പാസ്റ്റ് ഫോം എങ്ങനെയാക്കുന്നത്? കന ഖായ, ഖായ, നഹ ലിയ, കണ്ടോ? അവിടെ ലിയ വന്നു. അതുപോലെ തന്നെ ആനയുടെ ആയ, മനസ്സിലായോ? ആയ. അതുപോലെ ബൈറ്റ്നയുടെ ബൈറ്റ, കേൽനയുടെ കേല. അപ്പൊ ഇതാണ് ഈ രൂപമാറ്റം. ഇതിന്റെ എല്ലാം ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ഇതാണ് എന്ത്? പാസ്റ്റ് രൂപമായിട്ട് വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞു പോയ കാര്യങ്ങളാ. ഉസ്നെ ഖാന
ഖാലിയ അല്ലെങ്കിൽ ഉസ്നെ ഖായാ ഥാ. ഖാന ഖാലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചു, അവൻ ഭക്ഷണം കഴിച്ചു. അല്ലെങ്കിൽ ഖായാ ഥാ കഴിച്ചിരുന്നു, ഖായ കഴിച്ചു. ഇതാണ് ഇതിനർത്ഥം വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ എല്ലാ വെർബിനും ഇതുപോലെ തന്നെയാണ്. ഇതിൽ ഒരെണ്ണം ഡിഫറൻസ് വരുന്നുണ്ട്. ഏത്? ജാനയുടെ. ജാന എന്ന് പറഞ്ഞാൽ പോവുക എന്നാ. അപ്പൊ പോയി എന്നുള്ളത് നമ്മൾ പറയുന്നത് ഗയ എന്നാ. ഗയ. അതാണ് ഇതിൽ ഒരു വെർബിന്റെ ഡിഫറൻസ് വരുന്നത് കേട്ടോ. അതല്ലാതെ ജാ വെച്ചിട്ടല്ല വരുന്നത്. ഓക്കെ. ഇനി പറഞ്ഞിരുന്നതാണെങ്കിൽ ഉസ്നെ കഹാത്ത. ഇപ്പൊ ബോലാന്നും പറയാം അല്ലെങ്കിൽ കഹാന്നും പറയാം കേട്ടോ. ഉസ്നെ കഹാത്ത, ഉസ്നെ ബോലാത്ത, അല്ലെങ്കിൽ ഉസ്നെ കഹാ, ഉസ്നെ ബോല. ഇതൊക്കെ എന്താണ്? പാസ്റ്റ് രൂപമാണ്. ഇനിയിപ്പോ പറയാണ് ഖർചുക്കാനെ. ഖർചുക്ക നമ്മൾ കാണാം, ചുക്ക എന്നുള്ള വാക്ക്. ഖർചുക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ചുക്ക, ചുക്കി, ചുക്കി എന്നുള്ളത് സ്ത്രീലിംഗവും പുല്ലിംഗവും അതുപോലെ തന്നെ ബഹുവചനം നോക്കിയിട്ടാണ് കേട്ടോ. ചുക്കി എന്നാവുമ്പോ ബഹുവചനത്തിലേക്ക് പോയി, സ്ത്രീലിംഗം ആണെങ്കിൽ ചുക്കി, പുല്ലിംഗാണെങ്കിൽ ചുക്ക, അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഇതും എങ്ങനെയാണ്? ഖർചുക്ക ഹെ, ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ആ ചുക്ക വരുന്നത് പാസ്റ്റിലാണ്. ഇപ്പൊ നമ്മള് ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, അത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനിയിപ്പോ നമ്മള് ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ എങ്ങനെയാണ്? ഫ്യൂച്ചറിലാണ് എല്ലാവർക്കും കുറച്ച് കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പൊ പ്രസന്റും പാസ്റ്റും ഒക്കെ നമ്മൾ സ്പോക്കൺ ഹിന്ദി പഠിക്കുന്ന എല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി വരുന്നതാ. ഇതൊരു ടെൻസ് വെച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമല്ല കേട്ടോ. ടെൻസ് വെച്ച് നമ്മൾ ഗ്രാമർ വെച്ച് പഠിക്കുവാണെങ്കിൽ നമ്മൾ ഇതൊന്നും അല്ല പഠിക്കേണ്ടത്. ടെൻസ് ഒരുപാടുണ്ടല്ലോ, ആ രീതിയിൽ പഠിച്ചു പോകണം. ഇപ്പൊ അതൊന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്നതാ. ഓക്കെ. ഫ്യൂച്ചറിൽ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇപ്പോ വരിക എന്നുള്ള എന്നുള്ളത് ആന അല്ലെ. ഓക്കെ. ആ ഒരു വെർബ് എടുത്തിട്ട് നമുക്ക് നോക്കി നോക്കാം. ഇപ്പൊ ഇതിൽ തന്നെ നമ്മള് ആവുങ്ക, ആവുങ്കി, ആയേക, ആയേകി, ആയെങ്കെ, ആയെങ്കി ഇതൊക്കെ കേൾക്കും. ഇതെല്ലാം വരുന്നത് ഒറ്റ അർത്ഥത്തിലാണ്. ഇതാണ് എല്ലാവരുടെയും കൺഫ്യൂഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ആവുങ്ക കേൾക്കാറുണ്ട്, ചിലപ്പോൾ ആയേക കേൾക്കാറുണ്ട്, ചിലപ്പോൾ ആയെങ്കെ കേൾക്കാറുണ്ട്. ഇതിൽ ഏതാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇതിൽ നിങ്ങളിപ്പോൾ പഠിക്കുന്നവരാണെങ്കിൽ, സ്റ്റാർട്ടിങ് പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഏത് വേണമെങ്കിലും യൂസ് ചെയ്തോ. ഇതിന്റെ എല്ലാത്തിൻ്റെ അർത്ഥം ഒന്നാണ്, വരും എന്ന് തന്നെയാണ്. ഓക്കെ. പക്ഷെ ഇത് യൂസ് ചെയ്യേണ്ട ഒരു ഫോർമാറ്റ് വേറെ ഒന്നുമല്ല, നമ്മൾ സ്വയം പറയുകയാണെങ്കിൽ. ഇപ്പൊ ഇത് ഞാൻ 6 സെറ്റായിട്ട് എഴുതി കാണിക്കാം. എന്ന് വെച്ചാൽ ആവുക, ആവുങ്കി, ആയേക, ആയേകി, ആയെങ്കി, ആയെങ്കി. ഓക്കെ. അപ്പൊ 3 സെറ്റ്, 6 അല്ല 3 സെറ്റായിട്ട്. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്? ഞാൻ സ്വയം പറയുകയാണെങ്കിലാണ് ഈ ആവുങ്ക, ആവുങ്കി വരുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഞാനൊരു സ്ത്രീയാണ്, സ്ത്രീലിംഗ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ ആവുങ്കി പറയും. ഇപ്പൊ ഞാൻ നാളെ വരും, മേം കൽ ആവുങ്കി. അപ്പൊ അവിടെ ആവുങ്കി എടുത്തുള്ളൂ, ബാക്കി ഒന്നും നമ്മൾ എടുത്തില്ല. മനസ്സിലായോ? ഇനിയിപ്പോ ഒരു പുരുഷനാണ് പറയുമെങ്കിൽ മേ കൽ ആവുങ്ക. അപ്പൊ ആവുങ്കയും ആവുങ്കി അവിടെ തീർന്നു. ആ കൺഫ്യൂഷൻ തീർന്നോ? ഇനി ആയേക, ആയേകി എന്താണ്? നമ്മൾ ഒരാളോട് മറ്റൊരാളെ കുറിച്ച് പറയുകയാണ്, അവൻ നാളെ വരും. അപ്പൊ എന്താ? വോക്കൽ ആയേക. അവൾ നാളെ വരുന്നാണെങ്കിൽ വോക്കൽ ആയേകി. അപ്പൊ അടുത്തത് മനസ്സിലായോ? അത് നമ്മൾ മറ്റുള്ള ഇപ്പൊ മേം കൽ ആയേകി എന്നല്ല, മേം കൽ ആവുങ്കി എന്നാ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് അതിന്റെ ഡിഫറൻസ്. ഇനി ഈ ആയെങ്കി, ആയേകി എന്താണ്? അതും വേറെ ഒന്നുമല്ല, അത് നമ്മൾ പ്ലൂരൽ സംസാരിക്കുമ്പോൾ. ഇപ്പൊ എന്താ പറയാ, ബഹുവചനാണെങ്കിൽ ഇപ്പൊ ആൺകുട്ടികൾ വരുവാണ്, വേക്കൽ ആയെങ്കി. ഇപ്പൊ പെൺകുട്ടികളാണെങ്കിൽ വേക്കൽ ആയെങ്കി. ഇത്ര ഡിഫറൻസ് ഉള്ളൂ. ഇതൊക്കെ ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമുള്ളൂ, വേറെ ഒന്നുമില്ല. ഇനി പറയാതെ നമ്മൾ എന്താ പറയുന്നത്, ഞാൻ നാളെ വരും എന്ന് പറയണതിന് പകരം, അല്ല ആവുങ്കി എന്ന് പറയുന്നതിന് പകരം അയകി എന്ന് പറഞ്ഞു പോയിന്ന് വെച്ചിട്ട് തെറ്റൊന്നുമില്ല. മനസ്സിലായോ? നമ്മൾ ചുമ്മാ സംസാരിക്കാനാണ് പഠിക്കുന്നത്. കമ്മ്യൂണിക്കേഷനിൽ ഇതിന്റെ എല്ലാ അർത്ഥമൊക്കെ ഒന്ന് തന്നെയാണ്. പക്ഷെ കുറേ അറിവുകളായി വരുമ്പോൾ നമുക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് കേൾക്കുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്, അതെനിക്ക് മനസ്സിലായി. അപ്പൊ അതിന്റെ പേരിലാണ്. ഇതത്ര ടെൻഷൻ എടുക്കേണ്ട കാര്യമല്ല, പോകെ പോകെ മനസ്സിലായിക്കോളും. പിന്നെ ഇനി ഫ്യൂച്ചറിൽ ഒരു വാക്ക് വരുന്നുണ്ട്, ഹോഗ എന്നുള്ളത്. കർച്ചുക്ക ഹോഗ. അവിടെയും ചുക്ക വന്നു, അപ്പൊ അത് പാസ്റ്റ് ആണ്, അങ്ങനെയല്ല അത് മനസ്സിലാക്കണ്ടേ. അവൻ ചെയ്തിട്ടുണ്ടാവാം, അതാണ് കർച്ചുക്ക ഹോഗ. അപ്പൊ ഹോഗ എന്ന് പറയുന്നതും നമുക്ക് കാണാൻ സാധിക്കും. ഹോഗ, ഹോഗി, ഹോങ്കെ, ഇതും ഇതുപോലെ തന്നെ സ്ത്രീലിംഗം, പുല്ലിംഗം, ബഹുവചനൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ. ഇപ്പൊ വോ കാന പക്ക ചുക്കി ഹോഗി, വോ കാന പക്ക ചുക്കി ഹോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അവള് ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ടാവും, അതാണ് ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ വോ സ്കൂൾ പൗൻ ചുക്കി ഹോഗി, വഹു സ്കൂൾ പൗൻ ചുക്കി ഹോഗി എന്ന് പറഞ്ഞാൽ ചുക്ക ഹോഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവൾ സ്കൂളിൽ എത്തിയിട്ടുണ്ടാവാം എന്നാണ്. ഇപ്പൊ മനസ്സിലായോ? ഈ ഹോഗ എന്നുള്ള വാക്കിന്റെ ഉപയോഗം ഇതാണ് കേട്ടോ. അപ്പൊ ഇതുവരെയുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ വായിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ഈ വെർബുകളുടെ ഒപ്പം എല്ലാ രൂപങ്ങളും പുറത്തോട്ട് ചാടിക്കോളും കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. നിങ്ങൾക്ക് എത്രത്തോളം എന്താ പറയാ കൺവിൻസ് ആയെന്ന് എനിക്ക് മനസ്സിലാവില്ല, കാരണം നിങ്ങൾ അഭിപ്രായം പറയുക. ഇതങ്ങനെ എന്താ പറയാ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമല്ല. ഓട്ടോമാറ്റിക്കലി കുറേ സെന്റൻസുകൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി സെപ്പറേറ്റ് ക്ലാസ് ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷെ പിന്നെയും ഡൗട്ടുകൾ വരുന്നതുകൊണ്ട് ഇട്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ, എന്നാലും പറയുന്നതേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.